ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ യൂനിസഖ്യ സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തേഷ്യൻ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 119:9. ദാവീദ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്: ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? യുവത്വം എന്നത് മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. പുതിയ ചിന്തകളുടെയും ആവേശവും നിറഞ്ഞ ഒരു കാലഘട്ടം. എന്നാൽ അതേ നാണയത്തിന്റെ വേറൊരു വശം എന്ന് പറയുന്നത് അനേകം പ്രശ്നങ്ങളുടെയും സങ്കീർണതകളുടെയും ടെംപ്ടേഷന്റെയും ഒരു കാലഘട്ടം കൂടിയാണ് യുവത്വം. അപ്പോഴാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത്: ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അതിനുള്ള ഉത്തരം ദാവീദ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധിയും വിശുദ്ധിയും കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് വചനം. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തിൽ ഇപ്രകാരം ഒരു കഥയുണ്ട്. ദ്രോണാചാര്യർ തന്റെ ശിഷ്യഗണങ്ങളായ പാഞ്ചപാണ്ഡവന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു: ദൂരെ ആ മരം കണ്ടോ? ആ മരത്തിൽ ഞാനൊരു കിളിയെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ആ കിളിയെ അമ്പെയ്യുക. ആദ്യമായി വന്നത് യുധിഷ്ഠിരാണ്. യുധിഷ്ഠിരോട് ദ്രോണാചാര്യർ ചോദിച്ചു: നീ എന്ത് കാണുന്നു? യുധിഷ്ഠിർ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഞാൻ എന്റെ മാതാപിതാക്കളെ കാണുന്നു, സുഹൃത്തുക്കളെ കാണുന്നു, ഒരു മരം കാണുന്നു, ഒരു കിളിയെ കാണുന്നു, അതിന്റെ പിന്നിലൂടെ പറന്നുപോകുന്ന വേറെ കിളികളെ കാണുന്നു. ദ്രോണാചാര്യർ പറഞ്ഞു: നീ അമ്പെയ്യണ്ട. പിന്നീട് വന്നത് ഭീമനാണ്. ഭീമനോടും ഇതേ ചോദ്യം ഗുരു ചോദിക്കുന്നു. ഭീമനും ഏകദേശം ഇതേ ഉത്തരം തന്നെയാണ് നൽകുന്നത്. പിന്നെ വരുന്നത് നകുലനും സഹദേവനുമാണ്. അവരും ഏകദേശം ഇതേ ഉത്തരം തന്നെ പറയുന്നു. അവസാനമായി വരുന്ന അർജുനനോട് ഗുരു ചോദിക്കുന്നു: നീ എന്ത് കാണുന്നു? അർജുനൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ ആ കിളിയുടെ കണ്ണ് മാത്രം കാണുന്നു, വേറൊന്നും കാണുന്നില്ല. ഗുരു പറഞ്ഞു: അമ്പെയ്യുക. അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുക തന്നെ ചെയ്തു. നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന എന്താണോ അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഹൃദയത്തിൽ തെറ്റായ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യവും തെറ്റിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് വചനം ആണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത്: നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മുടെ വഴികൾ നിർമ്മലമായിരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വഴികൾ നേരുള്ളതായിരിക്കണമെന്നുണ്ടെങ്കിൽ തിരുവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. 3 കാര്യങ്ങൾ പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. 1, നമ്മൾ വചനം വായിക്കുന്നവരായിരിക്കണം. തിരുവചനം എന്നത് ജീവനുള്ള വചനമാണ്. ഇന്നും നിലനിൽക്കുന്ന വചനമാണ്. എന്നോ നടന്ന സംഭവങ്ങളുടെ നാൾവഴി പുസ്തകമല്ല തിരുവചനം. വീണ്ടും വായിച്ച് വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട ഒന്നാണ് തിരുവചനം. രണ്ടാമതായി ഒന്ന് സംഭവിക്കേണ്ടത്, കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വിത്തുകളുടെ ഉപമ നമ്മൾ വായിച്ചിട്ടില്ലേ? പ്രശ്നം വിത്തുകളുടെയല്ല, അത് വീണ് നിലത്തിന്റേതാണ് പ്രശ്നങ്ങൾ. നമ്മുടെ ഹൃദയം നിലം പോലെയാണ്. അതിനകത്ത് വചനം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മുള്ളുകൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും അതിനെ ഞെരുക്കിക്കളയുവാൻ പാടില്ല. വചനം വളർത്തിയെടുക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. 3ാമതായി സംഭവിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിലുള്ള വചനം നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. പലപ്പോഴും പ്രവൃത്തിയിൽ ആ വചനം കൊണ്ടുവരാതെ നമ്മൾ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുന്നവരായിട്ടാണ് നമ്മൾ പലപ്പോഴും മാറുന്നത്. എന്നാൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ രസം വരുത്തുവാൻ സാധിക്കും? അതുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. നമ്മൾ ആണ് ഈ ലോകത്തെ മുൻപോട്ട് ചലിക്കേണ്ട ആളുകൾ. അങ്ങനെയുള്ള നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വചനത്തെ സംഗ്രഹിച്ചിടുക മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലും അത് കൊണ്ടുവരികയും ചെയ്യണം. എന്റെ വാക്കുകളെ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? തിരുവചന പ്രകാരം ജീവിക്കുന്നതിലൂടെയാണ്. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മൾ നല്ലപോലെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. 2, പഠിച്ച വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അവിടെ വളരുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. 3ാമതായി നമുക്ക് സംഭവിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വചനം പ്രവൃത്തിയായി മാറണം. അതിന് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.